ഗൈസ്, ഡിസംബർ 14 ക്യാറ്റ് എക്സാം എന്തായി? പഠിച്ചു തുടങ്ങിയോ? ലോ എന്ന പേപ്പറിൽ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുള്ള 200+ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്ഷനിൽ എന്ത് ചെയ്യും? വർക്കൗട്ട് ചെയ്യും. ഇനി നിങ്ങളുടെ സ്റ്റഡീസ് എവിടെ എത്തിയിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റയർ ചാപ്റ്ററിൻ്റെ ഔട്ട്ലുക്കും കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കോൺഫിഡൻസും കൂട്ടും. നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗ്രാറ്റുവിറ്റി ഷാൽ ബി പേയബിൾ ടു ആൻ എംപ്ലോയി ഓൺ ദ ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ ഹി ഹാസ് റെൻഡേർഡ് കണ്ടിന്യൂസ് സർവീസ് ഫോർ നോട്ട് ലെസ് ദാൻ ഡാഷ്. എടാ, ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേമിനെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ലാറ്റിൻ ടേമായിട്ടുള്ള ഗ്രേഷ്യസിൽ നിന്നാണ്. ഗിഫ്റ്റാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എപ്പം കൊടുക്കുന്ന ഗിഫ്റ്റാ? സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ. വൈൽ സർവീസ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് എന്ത് കൊടുക്കത്തുള്ളൂ? ഗ്രാറ്റുവിറ്റി കൊടുക്കത്തുള്ളൂ. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാ? അതർ ദാൻ അപ്രൻറ്റീസ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് സർവീസസിൽ 5 പ്രാവശ്യമെങ്കിലും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് സർവീസ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി, 5 years. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു ആൻ എംപ്ലോയി. എടാ, ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീമാണ്. വൈൽ സർവീസ് എന്ത് കൊടുക്കത്തില്ല? ഗ്രാറ്റുവിറ്റി കൊടുക്കത്തില്ല. സർവീസ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് കൊടുക്കത്തുള്ളൂ? ഗ്രാറ്റുവിറ്റി കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. ഓൺ ഈസ് സൂപ്പർ ആനുവേഷൻ, റിട്ടയർമെൻറ്റ്, റിട്രിച്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സർവീസ് എൻഡ് ചെയ്തെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ദെൻ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴും ഒരു ബിഗ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പാനിക് ആവല്ല വേണ്ടത്. ക്വസ്റ്റ്യൻ ബിഗ് ആകുമ്പോൾ ആൻസർ എന്തായിരിക്കും? ഈസി ആയിരിക്കും. ഈസി പ്രൊവിഷൻസ് ആയിരിക്കും. ഓക്കെ, ഡോണ്ട് ബി പാനിക്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നല്ല കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യുക? വായിക്കുക. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ ദി ബ്ലാങ്ക്. ഇഫ് ആൻ എംപ്ലോയി ഓഫ് എ സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് നോട്ട് ഇൻ കണ്ടിന്യൂസ് സർവീസ് ഓഫ് 1 year or 6 months, he shall be deemed to be in continuous service for such a period if he has actually worked for not less than dash of number of days on which the establishment was in operation during such a period. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്? ഗ്രാറ്റുവിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരേണ്ട ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട എന്താണ്? പ്രൊവിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് നിങ്ങൾ മൈൻഡിൽ വരണം. അപ്പോൾ എപ്പോഴാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുക? അതായത് ആദ്യം തന്നെ നിങ്ങൾ മൈൻഡിൽ ഒരു ചാർട്ട് എന്ത് ചെയ്യുക? പിക്ചറൈസ് ചെയ്യുക. ഗ്രാറ്റുവിറ്റി എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ലാറ്റിൻ ടേം ആയിട്ടുള്ള ഗ്രേഷ്യസിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് തന്നെ എന്താണ്? ഗിഫ്റ്റ് എന്നാണ് അർത്ഥം. എപ്പം കൊടുക്കുന്ന ഗിഫ്റ്റാണ്? അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്, എംപ്ലോയീസിൻ്റെ സർവീസ് എൻഡ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഗൈസ് എന്ത്? ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആരുടെ മുകളിലാണുള്ളത്? എംപ്ലോയറിൻ്റെ മുകളിൽ. എല്ലാ സ്ഥാപനത്തിലെ എംപ്ലോയറും എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എലിജിബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ദാൻ അപ്രൻറ്റീസ് ആയിട്ടുള്ള 5 yearsൻ്റെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അൺഇൻറ്ററപ്റ്റഡ് സർവീസ് എന്നർത്ഥം. എന്താണ് അർത്ഥം? അൺഇൻറ്ററപ്റ്റഡ് സർവീസ്. അപ്പോൾ കണ്ടിന്യൂസ് സർവീസിന് എന്തുണ്ട്? ഒരു ഡെഫിനിഷൻ ഉണ്ട്. കണ്ടിന്യൂസ് സർവീസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങളെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അതർ ദാൻ സീസണലായിട്ടും. അതർ ദാൻ സീസണൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും 2 ബ്രാഞ്ചാക്കി തരംതിരിച്ചിട്ടുണ്ട്. 1 year ബേസിസും അതുപോലെ തന്നെ 6 month ബേസിസും. 1 year ബേസിസിൽ വീണ്ടും 2 സബ് കാറ്റഗറി ഉണ്ട്. 190 ഡേയ്സും 240 ഡേയ്സും. 190 ഡേയ്സിൻ്റെ കീഴിൽ വരിക മൈൻസും അതുപോലെ തന്നെ ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലെസ് ദാൻ 6 വർക്കിംഗ് ഡേയ്സ് ഇൻ എ വീക്കും.
240 ഡേയ്സിൻ്റെ കീഴിൽ വരിക എനി അതർ കേസാണ്. സപ്പോസ് എംപ്ലോയർ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻ 6 മന്ത് ബേസിസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഹാഫ് എടുക്കുക. 1 ഇയറിൻ്റെ ഹാഫാണല്ലോ 6 മന്ത്. അങ്ങനെയാണെങ്കിൽ 190യുടെ ഹാഫാണ് 95 ഡേയ്സ്. അതിൽ കണ്ടീഷൻസ് ഒന്നും ചേഞ്ച് ആയിരുന്നില്ല. മൈൻസും അതുപോലെ തന്നെ ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലെസ് ദാൻ 6 വർക്കിംഗ് ഡേയ്സ് ഇൻ എ വീക്കും. 240യുടെ ഹാഫാണല്ലോ 120, വിച്ച് മീൻസ് എനി അതർ കേസ്. ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് സർവീസ് ചെയ്തെന്ന് പറയാൻ പറ്റും. ഇത് എങ്ങനത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് കേസാണ്? അതർ ദാൻ സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് കേസാണെന്നുണ്ടെങ്കിൽ സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ എംപ്ലോയീസിനും എന്ത് കൊടുക്കും? ഗ്രാറ്റുവിറ്റി കൊടുക്കും. ആ പെർട്ടിക്കുലർ സീസണിലെ 75% ഓഫ് വർക്കിംഗ് ഡേയ്സ് 75% ഓഫ് വർക്കിംഗ് ഡേയ്സ് ഒരു എംപ്ലോയി ആ തൊഴിലിടത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തു? കണ്ടിന്യൂസ് സർവീസ് ചെയ്തു എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരിക? 75%. എത്ര വരിക? 75%. ഓക്കെ, we are going to next question. The Payment of Gratuity Act came into force on, അതായത് ഇൻഡസ്ട്രിയൽ ലോയിലെ വൺ ഓഫ് ദി ഇൻഡസ്ട്രിയൽ ലോ ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി ആക്ട് ഇന്ത്യയിൽ എന്നാണ് നിലവിൽ വന്നത്? സിംപ്ലി ആൻസർ എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെപ്റ്റംബർ 16, 1972. സെപ്റ്റംബർ 16, 1972. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു ആക്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആലോചിക്കണം. അതായത് ഗ്രാറ്റുവിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഗിഫ്റ്റ്. എപ്പം കൊടുക്കുന്ന ഗിഫ്റ്റാ? സർവീസ് എൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം കൊടുക്കുന്ന ഗിഫ്റ്റാ. അപ്പോൾ ഈ ആക്ട് വരുന്നതിന് മുമ്പ് ചില എംപ്ലോയീസ് പിരിഞ്ഞ് പോകുമ്പോൾ എന്ത് കൊടുക്കും? ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കും. ചില എംപ്ലോയീസ് പോകുമ്പോൾ എന്ത് കൊടുക്കില്ല? ഗ്രാറ്റുവിറ്റി കൊടുക്കില്ല. അപ്പോൾ എന്ത് വന്നു? ഇനീക്വാളിറ്റി വന്നു. അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടാതെയായി. ഓക്കെ, അർഹതയില്ലാത്ത ആളുകൾക്ക് കിട്ടിയും തുടങ്ങി. അങ്ങനെ ഇനീക്വാളിറ്റി വന്നപ്പോൾ അതിൽ ആര് ഇൻ്റർഫിയർ ചെയ്യും? ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യും. അങ്ങനെ വന്ന ആക്റ്റാണ് ഗ്രാറ്റുവിറ്റി ആക്ട്. അതെന്നാ വന്നിട്ടുള്ളത്? 1972 സെപ്റ്റംബർ 16. 1972 സെപ്റ്റംബർ 16. ദെൻ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി അണ്ടർ ദി Payment of Gratuity Act 1972, the number of days in a month is to be taken as. എടാ, ഞാൻ പറഞ്ഞു ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആയതുകൊണ്ട് തന്നെ എംപ്ലോയർക്ക് തോന്നിയ ഒരു എമൗണ്ട് അല്ല ഗ്രാറ്റുവിറ്റി ആയിട്ട് ആർക്ക് കൊടുക്കുക? എംപ്ലോയീസിന് കൊടുക്കുക. അതിനെന്തുണ്ട്? കമ്പ്യൂട്ടേഷൻസ് ഉണ്ട്. അതിൻ്റെ കമ്പ്യൂട്ടേഷൻസിൽ അതർ ദാൻ സീസണൽ ആവട്ടെ, അതിൽ നോർമൽ വേജ് സിസ്റ്റം ആവട്ടെ, അതേപോലെ തന്നെ സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കോട്ടെ, പീസ് റേറ്റ് സിസ്റ്റത്തിലുള്ള വേജ് സിസ്റ്റം ആവട്ടെ, വാട്ട് എവർ എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇക്വേഷനിൽ ഫസ്റ്റ് കണ്ടീഷനിലായിട്ടുള്ള അതർ ദാൻ സീസണൽ ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ വരിക: ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. നെക്സ്റ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിലും ഇക്വേഷനിൽ ഒറ്റ മാറ്റമേ ഉള്ളൂ. ലാസ്റ്റ് ഡ്രോൺ സാലറിക്ക് പകരം പ്രിസീഡിങ് 3 months ആവറേജ് സാലറി ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇനി സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 7/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നാണ് ഇക്വേഷൻ വരുന്നത്. വിച്ച് മീൻസ് ഇവിടെ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുക എന്താണ്? 26 days. അതിന് എക്സാക്റ്റ് ലോജിക്കല്ല, എന്നിരുന്നാലും ഇവിടെ മീൻ ചെയ്തത് എങ്ങനെയാണ്? ഒരു മാസത്തിലെ വീക്കിലി ഹോളിഡേയ്സ്, ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് നോർമലി എല്ലായിടത്തും എന്താണെടാ? ഹോളിഡേ ആണല്ലോ. അപ്പോൾ 26 ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അസ്യൂം ചെയ്തിട്ടുള്ളത്.
Then we are going to next question. Under the Payment of Gratuity Act 1972, every employee is required to make a nomination with. എടാ ശ്രദ്ധിക്കാം, ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്റ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരുപാട് ഫോമുകൾ പഠിക്കാനുണ്ട്. ഫോം എ, ബി, സി, എഫ്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, ആർ, യു. ഇത്രയും എന്ത് പഠിക്കാണ്ട് ഫോമുകൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യൻ എന്തുമായി ബന്ധപ്പെട്ട? നോമിനേഷനുമായി ബന്ധപ്പെട്ട. നോമിനേഷൻ്റെ ഫോമാണ് ഗൈസ് ഏത്? ഫോം എഫ്. ഏതാണ് ഫോം? ഫോം എഫ്. ഈ നോമിനേഷൻ എപ്പോഴേ ഒരു എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റൂ? 1 year സർവീസ് എൻഡ് ചെയ്ത്, 1 year സർവീസ് എൻഡ് ചെയ്ത് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ, വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ബി ആണ് എന്ത് ഇതിൻ്റെ ആൻസറായിട്ട് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നോമിനേഷനായിട്ടുള്ള എഫ് എംപ്ലോയിക്ക് എംപ്ലോയിൻ്റെ ഫാമിലിൻ്റെ പേരിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആക്ട് പ്രകാരമുള്ള ഫാമിലിയെ ഞാൻ എന്ത് ചെയ്യാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ ആക്ട് പ്രകാരമുള്ള ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാമിലി, എൻ്റെ സ്പൗസ്, എൻ്റെ ചിൽഡ്രൻ വെദർ മാരീഡ് ഓ അൺമാരീഡ്. ഓക്കെ, എൻ്റെ ഡിപ്പെൻഡൻ്റ് പാരൻസ്, എൻ്റെ സ്പൗസിൻ്റെ ഡിപ്പെൻഡൻ്റ് പാരൻസ്, ദെൻ എൻ്റെ പ്രീ ഡിസീസ്ഡ് സണ്ണിൻ്റെ വിഡോ ആൻഡ് ചൈൽഡ്. ഇതാണ് എൻ്റെ ഫാമിലി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അഡോപ്റ്റഡ് ചൈൽഡ് എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ചൈൽഡായിട്ട് എന്തെങ്കിലും കൺസിഡർ ചെയ്യും. നമ്മുടെ ചൈൽഡിനെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് കൺസിഡർ ചെയ്യത്തില്ല? നമ്മുടെ ചൈൽഡായിട്ട് എന്ത് ചെയ്യില്ല? ഈ ആക്ട് പ്രകാരം കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഫോം എഫ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഒരു എംപ്ലോയിക്ക് 1 year സർവീസ് റെൻഡർ ചെയ്തതിന് ശേഷം വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാൻ പറ്റും? നോമിനേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ദെൻ ഗൈസ്, അടുത്ത ഒരു ഏരിയയാണ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ലൈറ്റ് ഓഫ് കറൻറ്റ് പ്രൊവിഷൻ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, the person aggrieved by an order of competent authority may prefer to appeal to. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇതിൻ്റെ പ്രൊവിഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. അവിടെ നോക്കി, ഇതിൽ 4 ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ ആലോചിക്കുക, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അയൽവാസിയുമായിട്ടൊരു സ്ഥലത്തിൻ്റെ പേരിൽ തർക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുമോ? ഇല്ല. ഓക്കെ, കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കേസ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ഗ്രാറ്റുവിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം. സെൻട്രൽ ഗവൺമെൻറ് ആവാം, അതുപോലെ തന്നെ ആരാവാം? സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം. ഓക്കെ, അപ്പോൾ അവർ അപ്പോയിൻറ്റ് ചെയ്തത് അതോറിറ്റിയാണ് ഏത്? കൺട്രോളിങ് അതോറിറ്റി. അപ്പോൾ ഒരു ഇഷ്യൂവിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു ഇഷ്യൂവിൽ എന്തായാലും ഒരു പാർട്ടി എന്തായിരിക്കും? അഗ്രീവ്ഡ് പാർട്ടി ആയിരിക്കും. 2 പാർട്ടിക്കും എന്തായാലും എന്തുണ്ടാവില്ല? ഒരു വിധി പറയുമ്പോൾ അഡ്വാൻറ്റേജസ് ഉണ്ടാവില്ല. ഒരാൾക്ക് ഗെയിനും ഉണ്ടാവും, ഒരാൾക്ക് എന്തുണ്ടാവും? ലോസും ഉണ്ടാവും. ആ ലോസ് ഉണ്ടായ പാർട്ടിയുടെ നമ്മൾ എന്ത് വിളിക്കുക? അഗ്രീവ്ഡ് പാർട്ടി എന്ന് വിളിക്കുക. അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ഓപ്ഷൻ ഉണ്ടാ? അപ്പീലിന് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വിത്തിൻ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ. എത്ര? വിത്തിൻ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ. ഇവരൊക്കെ അപ്പോയിൻ്റ് ചെയ്ത ടോപ്പിൽ ആരാളുള്ളത്? അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. അത് സെൻട്രൽ ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദെൻ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് കോൺസിക്വൻസ് വിൽ ലീഡ് ടു ഫോർഫീച്ചർ ഓഫ് ഗ്രാറ്റുവിറ്റി? ആദ്യം മനസ്സിലാക്കുക, ഫോർഫീച്ചർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്യാൻസൽ എന്നാണ്. എന്താണ്? ക്യാൻസൽ എന്നാണ്. ഫോർഫീച്ചർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്യാൻസൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഫോർഫീച്ചർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരിക.
നമ്മൾ ആക്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തെഫ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ, സബോട്ടേജ്, ഡീഫാൽക്കേഷൻ, എംബസിൽമെൻറ്റ്, റൈറ്റിയസ് ബിഹേവിയർ. ഓക്കെ, ഇത്തരം ആക്ടിവിറ്റീസൊക്കെ എംപ്ലോയീൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറിയിൽ നിയമപരമായിട്ട് പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കേണ്ട ഗ്രാറ്റുവിറ്റി എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? തെഫ്റ്റ്. എന്താ വരുന്നത്? തെഫ്റ്റ്. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ടു ബി യൂസ്ഡ് ഇൻ ആൻ എംപ്ലോയി ആസ് ആൻ അപ്ലിക്കേഷൻ ഫോർ ഗ്രാറ്റുവിറ്റി? അതായത് ഗ്രാറ്റുവിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി എംപ്ലോയീസിന് ആര് കൊടുക്കണം? എംപ്ലോയർ എന്ത് ചെയ്യണം? കൊടുക്കണം. ഇവൻ എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം, വേണ്ടേ? അപ്പോൾ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട് അപ്ലിക്കേഷൻ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ഗ്രാറ്റുവിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അപ്ലിക്കേഷൻ എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റും, എംപ്ലോയീൻ്റെ നോമിനിക്ക് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ലീഗൽ ഹയേഴ്സിനും കൊടുക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എംപ്ലോയി അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏത് ഫോമായിരിക്കും യൂസ് ചെയ്യുക എന്നാണ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണ്? ഫോം ഐ. ഏതാണ് ആൻസർ? ഫോം ഐ. ദെൻ ഗൈസ്, നെക്സ്റ്റ് കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 മാക്സിമം ഗ്രാറ്റുവിറ്റി പേബിൾ ഈസ്. ഗൈസ് ശ്രദ്ധിക്കുക, എല്ലാ ഗ്രാറ്റുവിറ്റിയുടെ ഇക്വേഷൻസിലും ഫോർ എക്സാമ്പിൾ സ്ഥാപനം എന്താണ്? സ്ഥാപനം അതർ ദാൻ സീസണൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റി പേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസസ് ഓർ 20 month wages or ₹20 lakh whichever is lower. ഇനി സപ്പോസ് ചോദ്യം പീസ് റേറ്റിലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ preceding 3 months average salary into 15/26 into completed year of service or 20 into wages or 20 lakh whichever is lower. And finally അടുത്തൊരു മെത്തേഡാണ് എന്ത്? സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 7/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ 20 months വേജസ് ഓർ 20 lakh whichever is ലോവർ എന്നാണ്. വിച്ച് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? മാക്സിമം ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുക എത്രയാണ്? 20 lakhs. അതിൻ്റെ ബിയോണ്ട് എന്ത് കൊടുക്കാൻ പറ്റില്ല? ഇന്ത്യയിൽ ഒരാൾക്ക് എംപ്ലോയ്മെൻറ്റ് സർവീസ് എൻഡ് ചെയ്ത് പിരിഞ്ഞ് പോകുമ്പോൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ആയിട്ട് 20 lakhsൻ്റെ മുകളിൽ എന്തെങ്കിലും കൊടുക്കാൻ പാടില്ല, എമൗണ്ട് ആയിട്ട് കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months the employer shall pay gratuity to an employee at the rate of dash days wages based on the rate of wages last drawn by the employee concerned. എടാ ക്വസ്റ്റ്യൻ നോക്കടാ, എല്ലാ ക്വസ്റ്റ്യനിലും സീസണൽ അല്ലാത്ത എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കേസ് നോർമൽ റേറ്റ് ഓഫ് വേജ് ആവട്ടെ, അതേപോലെ തന്നെ പീസ് റേറ്റ് വേജ് സിസ്റ്റം ആവട്ടെ, നോർമൽ ആവട്ടെ, പീസ് റേറ്റ് വേജ് സിസ്റ്റം ആവട്ടെ, വാട്ട് എവർ, ഒരു മാസത്തിൽ അറ്റ്ലീസ്റ്റ് 15 ദിവസമെങ്കിലും ജോലി ചെയ്ത ആൾക്ക് എന്ത് കൊടുക്കുള്ളൂ? ഗ്രാറ്റുവിറ്റി കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എത്ര വരിക? 15 days. എത്ര ഡേയ്സ്? 15 days. Then guys, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. In the case of an employee who is employed in a seasonal establishment and who is not so employed throughout the year, the employer shall pay the gratuity at the rate of dash days wages for each season. സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി ഫുൾ ടൈം എന്തുണ്ടാവില്ല, വർക്കിങ്സ് ഉണ്ടാവില്ല. അത്തരം സ്ഥാപനങ്ങളിൽ
ഒരു മാസത്തെ 7 ദിവസമെങ്കിലും എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ള അസംഷനിലാണ് എന്ത് വന്നുള്ളത് 7 days എന്ന് ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്താ വരിക 7 days. എത്ര ദിവസം 7 days. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതർ ദാൻ സീസണൽ ആവണമെങ്കിൽ നോർമൽ സിസ്റ്റം ആണെങ്കിൽ 15/26 ആണ് വരിക. അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിലും ഇക്വേഷൻ എത്ര വരിക 15/26 വരിക. ബട്ട് ഗൈസ് സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകുമ്പോൾ അത് സീസണൽ അല്ലേ, കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. 7/26 എന്താ വരിക 7/26. ഓക്കെ, അപ്പോൾ ആൻസർ ഡി 7/26. 7. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. ദി ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഗ്രാറ്റുവിറ്റി ഈസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. സാധാരണ നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ ഗ്രാറ്റുവിറ്റിയുടെ നോർമൽ സിറ്റുവേഷനിൽ ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻറ്റു 15/26 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നാണ്. അത് ഇവിടെ ആൻസറിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്ലി സാലറി ഡിവൈഡ് ബൈ 26 ഇൻറ്റു 50 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. വിച്ച് മീൻസ് അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ദെൻ ഗൈസ് അടുത്തതാണ്, നോ ചൈൽഡ് ഷാൾ ബി അലൗഡ് ടു വർക്ക് ഇൻ എ ഫാക്ടറി അൺലെസ് ഹി ഈസ് കംപ്ലീറ്റഡ് ഹിസ്. എടാ, നമ്മളൊക്കെ മൈൻഡ് സെറ്റിൽ 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നായിരിക്കും. ബട്ട് ഗൈസ് ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ മിനിമം എത്ര വയസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മതി? 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. വിച്ച് മീൻസ് ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 14 വയസ്സ്, 14th ഇയർ. ബട്ട് ഗൈസ് നമ്മൾ ശ്രദ്ധിക്കണ്ട, ഇങ്ങനെ 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ആളെ നമ്മൾ യങ് പേഴ്സൺ എന്നൊക്കെ ഫാക്ടറീസ് ആക്ടിൽ വിളിക്കുമെങ്കിലും ഇയാൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ സർട്ടിഫൈഡ് സർജൻ എന്ത് കൊടുക്കണം? സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 14 വയസ്സ്. ദെൻ ഗൈസ് അടുത്ത്, നോ ഫീമെയിൽ ചൈൽഡ് ഷാൾ ബി അലൗഡ് ടു വർക്ക് ഇൻ എ ഫാക്ടറി എക്സെപ്റ്റ് ബിറ്റ്വീൻ. എടാ, നിങ്ങൾ ഫാക്ടറീസ് ആക്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത് ഈ ആക്ടിൻ്റെ പ്രത്യേക ബെനഫിറ്റ്സ് ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? യങ് പേഴ്സൺസിനും അതേപോലെ വുമൻസിനും. ഓക്കെ, അപ്പോൾ ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഓക്കെ, ഒരു യങ് ആയിട്ടുള്ള ഫീമെയിൽ ചൈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ചൈൽഡ് ആവാം, അല്ല എങ്കിൽ അഡോൾസൻ്റ് ആയിട്ടുള്ള ചൈൽഡ് ആവാം. ഓക്കെ, അവരെ മാക്സിമം ഫാക്ടറി പ്രിമൈസസിൽ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുക ഫസ്റ്റ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. 8 AM to 7 PM. 8 AM to 7 PM. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകണം. ഫാക്ടറീസ് ആക്ട് പ്രകാരം, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലാണ്, വൈറ്റ് വാഷ് ഓർ കളർ വാഷ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് അറ്റ് ലീസ്റ്റ് വൺസ് ഇൻ എവറി പീരിയഡ് ഓഫ്. ഗൈസ് ശ്രദ്ധിക്കുക, ഫാക്ടറീസ് ആക്ടിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കാണ് കിട്ടാൻ പോകുന്നത്? എംപ്ലോയീസിന്. ഈ ബെനിഫിറ്റ്സ് എംപ്ലോയീസിന് ആരാ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഒക്കുപ്പയർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദ പേഴ്സൺ ഹൂ ഹാസ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദി അഫെയർസ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് പറയുന്ന പോയിൻ്റാണിത്. ഓരോ 14 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യണം? വാൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വൈറ്റ് വാഷ് ചെയ്യണം. അപ്പോൾ ആൻസർ എന്താണ്? 14 മാസം. എത്ര മാസമാണ്? 14 മാസം. ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ ഫാക്ടറീസ് ആക്ട് 1948 എ യങ് പേഴ്സൺ മീൻസ്. എടാ, യങ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട. ഫാക്ടറീസ് ആക്ട് പ്രകാരം യങ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ചൈൽഡും അഡോളസെൻറ്റിനെയാണ് എന്ത് വിളിക്കുക? യങ് പേഴ്സൺ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓപ്ഷൻ എ പേഴ്സൺ ഹൂ ഈസ് ഐദർ എ ചൈൽഡ് ഓർ ആൻ അഡോളസെൻറ്റ്.
എല്ലാ ചൈൽഡും പറ്റൂല. ഓക്കെ, ചൈൽഡ് എന്നുള്ള ഡെഫിനിഷൻ ശരിക്കും എന്താണ്? 15 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളെ നമ്മൾ എന്ത് വിളിക്കുക? ചൈൽഡ് എന്ന് വിളിക്കുക. ബട്ട് ഫാക്ടറീസ് ആക്ട് പ്രകാരം 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ചൈൽഡിനെയും അതേപോലെ തന്നെ അഡോളസെൻറ്റിനെയാണ് എന്ത് വിളിക്കുക? യങ് പേഴ്സൺ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ പറയുക? ഓപ്ഷൻ എ. ദെൻ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ഓഫ് ഫാക്ടറീസ് ആക്ട്, അഡൽട്ട് മീൻസ് എ പേഴ്സൺ ഹൂ ഹാസ് കംപ്ലീറ്റഡ് ഹിസ്. എടാ, അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിലിംസിലൊക്കെ കാണാറില്ലേ? അഡൽട്ട് ഒള്ളി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളും അതിൻ്റെ മുകളിലെ ഏജുള്ള ആളെ നമ്മൾ വിളിക്കുക അഡൽട്ട് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ആൻസർ സി, 18th ഇയർ ഓഫ് ഏജ്. ദെൻ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഫാക്ടറീസ് ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു. എടാ, ഫാക്ടറീസ് ആക്ടിൻ്റെ ഡെഫിനിഷൻ ആലോചിക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ എമ്മിൽ ഫാക്ടറി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രിമൈസും അതിലെന്തൊരു പ്രിസിങ്റ്റും. ആ പ്രിമൈസിലും പ്രിസിങ്റ്റിലും എന്ത് നടന്നാൽ മതി? മാനുഫാക്ചറിങ് പ്രോസസ്സ് നടന്നാൽ മതി. ആ മാനുഫാക്ചറിങ് പ്രോസസ്സ് വിത്ത് എയ്ഡ് ഓഫ് പവർ നടക്കാം, വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ നടക്കാം. വിത്ത് എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ 10 or more എംപ്ലോയീസ് വർക്ക്ഡ് എനി ഡേ പ്രിസീഡിങ് 12 months. വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ ആണെന്നുണ്ടെങ്കിൽ 20 or more വർക്കേഴ്സ് വർക്ക്ഡ് എനി ഡേ പ്രിസീഡിങ് 12 months ആണെന്ന് വിളിക്കുക. നമ്മൾ എന്ത് വിളിക്കുക? ഫാക്ടറി എന്ന് വിളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയുടെ ഡെഫിനിഷനിൽ ആ പ്രിമൈസിലും പ്രിസിങ്റ്റിലും 4 കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കൂല? ഫാക്ടറി എന്ന് വിളിക്കൂല. അതിലൊന്നാണ് മൈന്, രണ്ടാമത്താണ് എന്ത്? മൊബൈൽ യൂണിറ്റ് ഓഫ് ആർമഡ് ഫോഴ്സസ്, നാലാമത് പറഞ്ഞ കാര്യം എന്ത്? മൊബൈൽ യൂണിറ്റ് ഓഫ് ആർമഡ് ഫോഴ്സസ്, അതേപോലെ തന്നെ റെയിൽവേ റണ്ണിങ് ഷെഡ്സ്, ദെൻ ഫൈനലി എന്ത്? ഹോട്ടൽസ്, ഈറ്റിംഗ് പ്ലേസസ്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട്, ഏതാണ്? മൈൻസ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ മൈൻസ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ മിനിമം നമ്പർ ഓഫ് വർക്കേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ് ഇൻ എ ഫാക്ടറി. എടാ, ഒരു ഫാക്ടറിയിൽ ഫാക്ടറീസ് ആക്ട് പ്രകാരം എംപ്ലോയീസിന് 4 ബെനിഫിറ്റ്സാണ് കൊടുക്കുന്നത്. വെൽഫെയർ, ഹെൽത്ത്, സേഫ്റ്റി, പ്രിവെൻഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അതിൽ സേഫ്റ്റിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ 1000-ൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ നിർബന്ധമായിട്ടും ആരെ അപ്പോയിൻ്റ് ചെയ്യണം? ഒരു സേഫ്റ്റി ഓഫീസർ എന്ത് ചെയ്യണം? അപ്പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ഡി. ദെൻ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ടു ബി യങ് വർക്കർ ഈസ് ടു ബി ഗ്രാൻറ്റഡ് ബൈ. എടാ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ 18 വയസ്സാണെന്ന് നിർബന്ധമല്ല. 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ചൈൽഡിനും അഡോളസെൻറ്റും എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു ഹാസ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് 15 years of age ബട്ട് നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ് 18 years of age. അതായത് 15 എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. എന്തായിട്ടില്ല? 18 ആയിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കും അഡോളസെൻറ്റ്. ഈ ആക്ട് പ്രകാരം 15 വയസ്സ് താഴെ ആളുകളെ ചൈൽഡ് എന്ന് വിളിക്കും. ബട്ട് എല്ലാ ചൈൽഡിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ജോലി ചെയ്യാൻ പറ്റത്തില്ല 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ചൈൽഡിന്. അങ്ങനെയാണെങ്കിൽ ഈ 2 കാറ്റഗറി ആൾക്കാരെ വിളിക്കുന്നവരാണ് യങ് പേഴ്സൺ. ഓക്കെ, ഒരു യങ് പേഴ്സണ് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് നൽകണം. ആരാ കൊടുക്കേണ്ടത്? സർട്ടിഫൈഡ് സർജൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത്? ആൻസർ. ദെൻ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Where more than workers are employed, provision shall be made for cool drinking water during hot weather. Guys, ഹെൽത്ത് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് ഫാക്ടറീസ് ആക്ടിൽ പറഞ്ഞ കാര്യമാണ്. ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ 250-ൽ കൂടുതൽ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നുണ്ട്. ഹോട്ട് വെതറിലാണ് എന്ത് നടക്കുന്നത്? ഓപ്പറേഷൻസ് നടക്കുന്നതെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് സാധാ ഡ്രിങ്കിങ് വാട്ടറിന് പുറമെ എന്തും കൂടി കൊടുക്കണം? കൂൾ വാട്ടറും കൂടി കൊടുക്കണം. ഓപ്ഷൻ ബി. ദെൻ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കോമ്പൻസേറ്ററി ഹോളിഡേയ്സ് ആർ ടു ബി അവൈൽഡ് വിത്തിൻ മന്ത്സ്. ഗൈസ്, ഫാക്ടറീസ് ആക്ട് പ്രകാരം ഫാക്ടറിയിലെ എല്ലാ എംപ്ലോയീസിനും ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക് വിച്ച് മീൻസ് സൺഡേ എന്താണ്? ലീവ് ആണ്. ആ ലീവ്
ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രിസീഡിങ് 3 ഡേയ്സും സക്സീഡിങ് 3 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യാം, അത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിലും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആ മാസം ഒബ്റ്റെയിൻ ചെയ്യാൻ, അല്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 2 മന്ത്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അത് എന്ത് ചെയ്യണം, അവെയിൽ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ എന്ത് ആൻസറായിട്ട് വരിക. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്, ഇൻ വിച്ച് ഇയർ ഡിഡ് ഫാക്ടറീസ് ആക്ട് കംസ് ഇൻ ടു ഫോഴ്സ്? ഗൈസ് ആക്ടിൻ്റെ പേരൊക്കെ ഫാക്ടറീസ് ആക്ട് 1948 ആണെങ്കിലും ഈ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1/4/1949 അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് ഇതിൻ്റെ ആൻസർ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ സെക്ഷൻ 11 ഓഫ് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 മാക്സിമം ബോണസ് ഈസിയാടാ. മാക്സിമം ബോണസ് കൊടുക്കാൻ പറ്റുക എംപ്ലോയിൻ്റെ സാലറിൻ്റെ 20%, വിച്ച് മീൻസ് ഓപ്ഷൻ ഡി ആണ് എന്ത് ആൻസറായിട്ട് വരിക. ദെൻ ഗൈസ് അടുത്താണ്, വിച്ച് ഓഫ് ഈസ് നോട്ട് ആൻ എംപ്ലോയി അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്? എടാ ബോണസ് ആക്ടിൽ എല്ലാ എംപ്ലോയീസിനും എന്ത് കൊടുക്കില്ല, ബോണസ് കൊടുക്കില്ല. എലിജിബിളായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ എലിജിബിളായിട്ടുള്ള എംപ്ലോയീസിന് എന്ത് കൊടുക്കുള്ളൂ, ബോണസ് കൊടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എലിജിബിളായിട്ടുള്ള എംപ്ലോയീസ് ആരാ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം, വേണ്ടേ? അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അതർ ദാൻ അപ്രൻറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് അതർ ദാൻ അപ്രൻറ്റീസ്? അപ്പോൾ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആൻസർ എന്താണ്, ആൻ അപ്രൻറ്റീസ്. അപ്രൻറ്റീസ് ഒരിക്കലും എന്തിനും വരില്ല, ബോണസ് ആക്ടിൻ്റെ കീഴിൽ വരില്ല. അപ്പോൾ ഓപ്ഷൻ എ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ് എന്ത്, എ സീസണൽ എംപ്ലോയി വിൽ നോട്ട് ബി എൻടൈറ്റിൽഡ് ടു ബോണസ് ഇഫ് ഹി ഓർ ഷീ ഹാസ് നോട്ട് വർക്ക്ഡ് ഫോർ എ മിനിമം ഡാഷ്. എടാ ബോണസ് ആക്ടിൽ എലിജിബിളായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ എലിജിബിളായിട്ടുള്ള എംപ്ലോയീസിനെ കൊടുക്കുക. വാട്ട് എവർ എംപ്ലോയി എന്തുമാവട്ടെ, ഒരു അക്കൗണ്ടിങ് ഇയറിൽ 30 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലേ എന്തിന് എലിജിബിളായിട്ട് മാറുള്ളൂ, ബോണസിന് എലിജിബിളായിട്ട് മാറുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ 30 days. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗൈസ്, സെറ്റ് ഓൺ ആൻഡ് സെറ്റ് ഓഫ് അലോക്കബിൾ സർപ്ലസ് ഈസ് അലോവ്ഡ് ഇൻ. എടാ സെറ്റ് ഓൺ സെറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിളായിട്ടുള്ള ബോണസ് ആക്ട് എലിജിബിളായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ എലിജിബിളായിട്ടുള്ള എംപ്ലോയീസിന് ഒന്നല്ലെങ്കിൽ മിനിമം ബോണസ്, സർപ്ലസ് കൂടുതലാണെങ്കിൽ അലോക്കബിൾ സർപ്ലസ് മിനിമം ബോണസിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം, മാക്സിമം ബോണസ് കൊടുക്കണം. അതാണ് ഈ ചിന്തിക്കുക. മാക്സിമം ബോണസ് കൊടുത്തതിന് ശേഷം എന്തുണ്ട് എമൗണ്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, 4 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the rate of minimum bonus to be payable to an employee aged 29 years shall be. 29. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ ശ്രദ്ധിക്കണം. 29 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സിന് മുകളിലല്ലേ. 15 വയസ്സിന് മുകളിലായിട്ടുള്ള ഒരാളെ മിനിമം ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംപ്ലോയിൻ്റെ സാലറി ഇൻറ്റു 8.33% ഓർ ₹100 വിച്ച് എവർ ഈസ് ഹയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. എന്താ വരിക, ഓപ്ഷൻ ബി. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 ദ അലോക്കബിൾ സർപ്ലസ് ഇൻ റിലേഷൻ ടു എംപ്ലോയർ ബീങ് നോൺ ബാങ്കിങ് കമ്പനി. അവൈലബിൾ, ശ്രദ്ധിക്കട്ടെ, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അവൈലബിൾ സർപ്ലസിൻ്റെ 67% നോൺ ബാങ്കിങ് കമ്പനീൻ്റെ എന്ത് അലോക്കബിൾ സർപ്ലസ്. ഓപ്ഷൻ ബി ആണ്. സപ്പോസ് ഇവിടെ ക്വസ്റ്റ്യൻ ബാങ്കിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിട്ട് മാറും, 60% ആയിട്ട് മാറും. ഇവിടെ എന്താണ് നോൺ ബാങ്കിങ് എന്നാ പറഞ്ഞിട്ടുള്ളത്, വിച്ച് മീൻസ് എന്താണ് 67%. ഈസി ക്വസ്റ്റ്യൻ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ ദി പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965 ദ മിനിമം ബോണസ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 10 to employee having
age less than 15 years is of salary or wages during accounting year or whichever is more. എടാ ഒന്നുമില്ലടാ, ഒരു 15 വയസ്സിന് താഴെയുള്ള ഒരു വർക്കറിൻ്റെ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സാലറിൻ്റെ 8.33% ഓർ ₹60 ബന്ധപ്പെട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് എന്ത് ആൻസറായിട്ട് വരിക. ദെൻ ഗൈസ് അടുത്താണ്, ദ ടേം ഫാമിലി ആസ് ഡിഫൈൻഡ് ഇൻ ESI Act 1948 ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മൈൻഡ് കൊണ്ടുവരിക, ESI ആക്റ്റിൽ ബെനഫിറ്റ്സ് എംപ്ലോയീസിന് മാത്രമല്ല കിട്ടുക, എംപ്ലോയിൻ്റെ ആർക്കും കിട്ടും, ആ ഫാമിലിക്കും കിട്ടും. അപ്പോൾ ഫാമിലി എന്നുള്ള ഡെഫിനേഷൻ നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരിക. ഫാമിലി എന്നുള്ള ഡെഫിനേഷൻ പ്രകാരം സ്പൗസ്, ഓക്കെ. ദെൻ ലെജിറ്റിമേറ്റ് മൈനർ ചൈൽഡ്, അതിൽ അഡോപ്റ്റഡ് ചൈൽഡ് ഉണ്ടെങ്കിൽ അവർ. ദെൻ 21 വയസ്സ് വരെ നമ്മുടെ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ചിൽഡ്രൻ. സപ്പോസ് ഇൻസെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത എന്തുണ്ട് മക്കളുണ്ടെങ്കിൽ അവരെന്താണ്, ഫാമിലിയാണ്. നമ്മുടെ ഡിപ്പെൻഡൻറ്റ് പാരൻസ് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ഇൻകം ലിമിറ്റിൻ്റെ മുകളിൽ പോയിട്ടില്ലായിരുന്നെങ്കിൽ അവരെന്താണ്, ഫാമിലിയാണ്. ദെൻ അതുപോലെ തന്നെ ഞാൻ അൺമാരീഡ് ആണെന്ന് വിചാരിക്കുക, എൻ്റെ പാരൻസ് ആർ നോട്ട് അലൈവ് എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ മൈനർ ആയിട്ടുള്ള ബ്രദറും സിസ്റ്ററും എൻ്റെ ഫാമിലിയാണ്. ഇത്രയും ആളുകളെ ESI ആക്ട് പ്രകാരം ഫാമിലി എന്ന ഡെഫിനിഷനിലുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് എന്താണ്, ഫാമിലിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി, ആൻ ഇൻഡിപെൻഡൻറ്റ് മാരീഡ് സിസ്റ്റർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് ആൻസർ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ സെക്ഷൻ 46 of ESI Act 1948 what is the medical benefit available to an employee and his family? ഒന്നുമില്ലടാ, വെരി ഫസ്റ്റ് ആൻസർ ആണ്. അതായത് ഫുൾ മെഡിക്കൽ കെയർ വിത്തൗട്ട് എനി സീലിംഗ് ലിമിറ്റ്. എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഫുൾ മെഡിക്കൽ കെയർ വിത്തൗട്ട് സീലിംഗ് ലിമിറ്റ് ESIൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസിന് കിട്ടും. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, who is exempted employees under Employees State Insurance Act? എടാ ഈസി ക്വസ്റ്റ്യൻ, അഗെയിൻ ഈസി ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ESI ആക്ട് പ്രകാരം ESI ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ടിലോട്ട് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യണം, എംപ്ലോയി എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ സാലറിൻ്റെ 3.25%, എംപ്ലോയി ആണെങ്കിൽ സാലറിൻ്റെ 0.75% എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം എന്നാണ് റൂള്. പ്രത്യേകം ആക്ടിൽ പറയുന്നുണ്ട്, ഒരു ESI അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ എംപ്ലോയി ഒരിക്കലും ESIയിലോട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോൾ, ഒരു ദിവസത്തെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 176 താഴെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആൻസർ എന്താ വരിക, ബി, ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസറായിട്ട് വരിക. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ, registration of a road transport agency having 25 workers under Employees State Insurance Act. എടാ ഒന്നുമില്ലടാ, ഓപ്ഷൻ എ, കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. ESI എന്ത് ചെയ്യും, അപ്ലിക്കബിൾ ആയിട്ട് മാറും. മോർ ദാൻ 20 ആണ്, എന്താണ്, മോർ ദാൻ 20 ആണ്. ദെൻ ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Employees State Insurance Act 1948 applies to all factories using power and employing or more persons on wages, including factories belonging to the government other than seasonal factories. എടാ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഫാക്ടറി എന്നുള്ള ഡെഫിനിഷൻ ഓരോ ആക്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, മാറുന്നുണ്ട്. ഫാക്ടറീസ് ആക്ടിൽ പഠിച്ച ഡെഫിനിഷനല്ല PF ആക്ടിൽ പഠിച്ച ഡെഫിനിഷനല്ല എന്ത് ESI ആക്ടിൽ. ESI ആക്ടിലെ എലിജിബിൾ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഒന്നെന്താണ്, ഫാക്ടറിയാണ്. അവിടെ വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ ആവട്ടെ
ആ പ്രിമൈസിലും പ്രിസിങ്റ്റിലും 10 or more വർക്കേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രിമൈസിലും പ്രിസിങ്റ്റിലും ഈ ആക്ട് പ്രകാരം എന്ത് വിളിക്കും? ഫാക്ടറി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫാക്ടറി എന്ന് വിളിക്കും. ബട്ട് എങ്ങനത്തെ ഫാക്ടറി ആവരുത്? അത് സീസണൽ ഫാക്ടറി ആവരുത്. വിച്ച് മീൻസ് എന്താണോ? അതർ ദാൻ സീസണൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ. ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. എന്ത്? അണ്ടർ ദി ESI ആക്ട് 1948 ഹൂ വിൽ ബി കൺസിഡേർഡ് ഇൻ ദി ഫാമിലി? എടാ നേരത്തെ ഞാൻ ഫാമിലി എന്നൊരു ഡെഫിനേഷൻ ഓൾറെഡി എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. സ്പൗസ് ഫാമിലിയാണ്. മൈനർ ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്താണ്? ഫാമിലിയാണ്. അൺമാരിഡ് ഡോട്ടർ എന്താണ്? ഫാമിലിയാണ്. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഓൾ ഓഫ് ദി അബോ. എല്ലാതും എന്താണ്? ഇവിടെ പറഞ്ഞ എല്ലാതും എന്താണ്? ഫാമിലി ആയിട്ട് മാറും. ഏത് ആക്ട് പ്രകാരം? ESI ആക്ട് പ്രകാരം. ഓക്കെ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ. The employees contribution under ESI Act 1948 is എത്രയാടാ? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ചോദിച്ചത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 0.75 ക്വസ്റ്റ്യൻ. സപ്പോസ് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 3.25 ആകുമായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? സി, 0.75. ദെൻ ഗൈസ് അടുത്ത് ESI കോർപ്പറേഷൻ ഈസ് എ, ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ESI കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഈസി ക്വസ്റ്റ്യൻ ആണ്. ESI കോർപ്പറേഷൻ, ESIയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു അതോറിറ്റിയാണ് ഇത്, കോർപ്പറേഷൻ. അപ്പോൾ ESI കോർപ്പറേഷൻ എന്താണ്? ഒരു ബോഡി കോർപ്പറേറ്റ്. എന്താണ്? ഒരു ബോഡി കോർപ്പറേറ്റാണ്. കമ്പനിൻ്റെ 2 ഫീച്ചേഴ്സ് ഉണ്ട്, പെർപെച്വൽ സക്സഷനും കോമൺ സീലും. ഓക്കെ. അപ്പോൾ ESI കോർപ്പറേഷൻ നമ്മൾ എന്തായിട്ട് അറിയപ്പെടുക? ബോഡി കോർപ്പറേറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ ഗൈസ് അടുത്ത പറയാണ്, ദി കോർപ്പറേഷൻ മേ വിത്ത് അപ്രൂവൽ ഓഫ് ഡാഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻ എ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ്. എടാ കോർപ്പറേഷൻ ഇതിനൊക്കെ ആരുമായിട്ട് കൺസൾട്ട് ചെയ്യുക? സെൻട്രൽ ഗവൺമെൻറ്റാടാ. ഓപ്ഷൻ എ ആണ്. കാരണം കോർപ്പറേഷൻ ഉള്ള മെമ്പേഴ്സിനൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സെൻട്രൽ ഗവൺമെൻറ്. ദെൻ അടുത്താണ് ഗൈസ്, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ലിമിറ്റ് ഓഫ് വേജസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് വേജസ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഇവിടെ മീൻ ചെയ്യുന്നത് ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്കാണ്. ഇവിടെ മീൻ ചെയ്യുന്നതല്ല. ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിഡക്ഷനാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് മാക്സിമം അഡ്മിസിബിളായിട്ട് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% ആണ്. അതാണ് ആൻസർ 75%. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം ലിമിറ്റ് ഓഫ് ഫൈൻ ഇമ്പോസ്ഡ് ഇൻ എനി വേജ് പീരിയഡ് ഓൺ എനി എംപ്ലോയ്ഡ് പേഴ്സൺ ഷാൾ നോട്ട് എക്സീഡ്. ഗൈസ് ശ്രദ്ധിക്കുക, ഒരു പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് പ്രകാരം എംപ്ലോയിൻ്റെ സാലറിയിൽ നിന്ന് തോന്നിയ പോലെ എംപ്ലോയർക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല? സാലറി ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് കുറച്ച് എന്തുണ്ട്? ഓതറൈസ്ഡ് ഡിഡക്ഷൻസ് ഉണ്ട്. അതിലൊരു ഡിഡക്ഷനാണ് എന്ത്? അതിൽ വൺ ഓഫ് ദി ഡിഡക്ഷനാണ് ഏത്? ഫൈൻസ്. ഓക്കെ. ഫൈന് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് നോട്ടീസ് ബോർഡിലെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണം. 15 വയസ്സിന് താഴെ ഒരാളെ കയ്യിൽ നിന്ന് സ്ഥാപനത്തിലെ എംപ്ലോയർക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല? ഫൈന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല. 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇമ്പോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. മാക്സിമം ഒരു വേജ് പീരീഡിൽ എംപ്ലോയിൻ്റെ കയ്യിൽ നിന്ന് ഫൈനായിട്ട് ഈടാക്കാൻ പറ്റുക 3%. ഓപ്ഷൻ എ. ഏതാണ്? ഓപ്ഷൻ എ. ദെൻ ഗൈസ് അടുത്താണ്, വാട്ട് ഈസ് ദി മിനിമം ഏജ് ഓഫ് ഫൈൻ ഇമ്പോസിഷൻ അണ്ടർ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഫൈന് ഈടാക്കണമെങ്കിൽ ഓക്കെ എംപ്ലോയിൻ്റെ ഏജ് അറ്റ്ലീസ്റ്റ് എന്ത് കവർ ചെയ്യണം? 15 വയസ്സ്. 15 വയസ്സിന് താഴെ ആളെ കയ്യിൽ നിന്ന് എന്ത് ഈടാക്കാൻ പാടില്ല? ഫൈൻ ഈടാക്കാൻ പാടില്ല. അപ്പോൾ ആൻസർ ഏതാണ്? ബി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാക്സിമം ലിമിറ്റ് ഓഫ് വേജ് പീരിയഡ്. എടാ വേജ് പീരിയഡ് എംപ്ലോയറാണ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ഡേ ബേസിസ് ആവാം, ഹവർ ബേസിസ് ആവാം, വീക്ക്ലി ആവാം, 2 വീക്ക് ആവാം, പീസ് റേറ്റ് ആവാം, വാട്ട് എവർ എങ്ങനെ വേജ് പീരിയഡ് എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് മാക്സിമം എന്തിൽ കൂടാൻ പാടില്ല?
1 മന്തിൽ കൂടാൻ പാടില്ല. ഒരിക്കലും 2 മാസം കൂടുമ്പോൾ സാലറി, 3 മാസം കൂടുമ്പോൾ സാലറി എന്ന് പറയാൻ പറ്റില്ല. മാക്സിമം വേജ് പീരീഡ് എത്രയാണ്? 1 മന്ത്. ഓപ്ഷൻ സി. ദെൻ ഗൈസ് അടുത്താണ്, ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിത്ത് ലെസ് ദാൻ 1000 വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഷുഡ് പേ വേജസ് ബിഫോർ ദി എക്സ്പയറി ഓഫ്. ഗൈസ് ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ 1000-ൽ കുറവ് വർക്കേഴ്സ് ഉള്ളൂന്നുണ്ടെങ്കിൽ വേജ് പീരീഡ് എൻഡ് ചെയ്തിട്ട് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്ക് എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. അതായത് SBM ലിമിറ്റഡ് എന്നുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് വിചാരിക്കുക, അതിൽ 800 വർക്കേഴ്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക. 800 വർക്കേഴ്സ് പറയുമ്പോൾ 1000-ൽ കുറവാണ്. അവിടുത്തെ എംപ്ലോയീസിന് മന്ത്ലിയാണ് സാലറി. അപ്പോൾ വേജ് പീരീഡ് എങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ളത്? 1 മന്ത് ബേസിസിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനുവരി മാസത്തെ സാലറി ഫെബ്രുവരി മാസം 7-ാം തീയതി ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? കൊടുക്കണം. വേജ് പീരീഡ് എൻഡ് ചെയ്തിട്ട് വിത്തിൻ 7 ഡേയ്സിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് എന്ത് ആൻസർ. ദെൻ ഗൈസ് അടുത്ത്, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് കം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രോം. എടാ, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936 പേര് എങ്കിൽ പോലും ഈ ആക്ട് എഫക്റ്റീവ്ലി വന്നത് 28/3/1937 വിച്ച് മീൻസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്താണ്, റെസ്പോൺസിബിലിറ്റി ടു പേയ്മെൻറ്റ് ഓഫ് വേജസ് ഇൻ എ ഫാക്ടറി. ഒന്നും നോക്കില്ല, ഫാക്ടറിയിലെ വേജസ് മീൻസ് കൊടുക്കലുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? മാനേജർക്കാണ്. ആർക്കാണ്? മാനേജർ. ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മിനിമം റേറ്റ് ഓഫ് വേജസ് ആർ ഫിക്സ്ഡ് ബൈ. എടാ, മിനിമം വേജസ് ആക്ട് 1948 നമുക്ക് പഠിക്കാണ്ട്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആരാവാം? സെൻട്രൽ ഗവൺമെൻറ്റാ, സ്റ്റേറ്റ് ഗവൺമെൻറ്റാ. അവരാണ് എന്ത് ചെയ്യുക? മിനിമം റേറ്റ് ഓഫ് വേജസ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വർക്കേഴ്സ് ഇൻക്ലൂഡ്. എടാ, വർക്കേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഇൻഡസ്ട്രിയൽ ലോയിൽ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൽ ഓക്കെ ടൈം റേറ്റ് ആവട്ടെ, പീസ് റേറ്റ്, വർക്കേഴ്സൊക്കെ എന്താണ്? വർക്കേഴ്സ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം വേജസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഫിക്സഡ് ഓർ റിവൈസ്ഡ് ത്രൂ. എടാ, ഞാൻ പറഞ്ഞു മിനിമം വേജസ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതിന് വേണ്ടി കമ്മിറ്റീസും സബ് കമ്മിറ്റീസൊക്കെ എന്ത് ചെയ്യും? ഫോം ചെയ്യും. എന്നിട്ട് ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യും? പേര് നോട്ടിഫിക്കേഷനായിട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് മിനിമം റേറ്റ് എന്ത് ചെയ്യുക? വേജസ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യലും റിവൈസ് ചെയ്യലും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റിവിഷൻ ഓഫ് മിനിമം വേജസ് ഡൺ ബൈ. ഓക്കെ, എടാ, ഓൾറെഡി ഫിക്സ് ചെയ്ത മിനിമം വേജസ് റിവൈസ് ഒക്കെ ചെയ്യുക ആരാണ്? അഡ്വൈസറി ബോർഡാണ്. ആരാണ്? അഡ്വൈസറി ബോർഡ് സെക്ഷൻ 7 പ്രകാരം. ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ സെക്ഷൻ 2 സബ്സെക്ഷൻ H ഡിനോട്ട് ഡാഷ് അണ്ടർ ദി മിനിമം വേജസ് ആക്ട് 1948. എടാ, ഈസിയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ H ഡിനോട്ട് ചെയ്തിട്ടുള്ളത് എന്താണ്? മിനിമം വേജസ് ആക്ടിൽ എന്താണ്? വേജസ് ആണ്. ഓപ്ഷൻ എ ആണ് എന്ത്? റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈൽ ഫയലിംഗ് അപ്പീൽ ടു EPF അപ്പലറ്റ് ട്രൈബ്യൂണൽ the employer has to despite dash of the amount due from him. എടാ, ഈ PF ആക്ട് ഉണ്ടല്ലോ, ഈ PF ആക്ടിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. അതോറിറ്റിക്ക് എന്തുണ്ട്? ഒരു ഹൈറാർക്കി ഉണ്ട്. ഈ ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ സെൻട്രൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ, അതിന് താഴെ അഡീഷണൽ സെൻട്രൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ, ദെൻ അതിന് താഴെ ഡെപ്യൂട്ടി പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ, അതിന് താഴെ റീജിയണൽ പ്രൊവിഡൻറ്റ് ഫണ്ട് കമ്മീഷണർ. ഇതാണ് ഒരു PF ആക്റ്റുമായി ബന്ധപ്പെട്ട കൺസേൺ അതോറിറ്റി. സപ്പോസ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എന്തുണ്ടായിട്ടുണ്ട്? ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എന്തുണ്ടായിട്ടുണ്ട്? ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് ഈ കൺസേൺ അതോറിറ്റി പരിഹരിക്കുമ്പോൾ ഒരു പാർട്ടിക്ക് ഫേവറായിട്ടും മറ്റൊരു പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ആയിരിക്കും എന്ത് വരിക? വിധി വരിക. അങ്ങനെയാണെങ്കിൽ ഈ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
EPF അപ്പലറ്റ് ട്രൈബ്യൂണൽ എന്ത് കൊടുക്കാൻ പറ്റും? അപ്പീലിന് പോകാൻ പറ്റും. സപ്പോസ് എംപ്ലോയർ ആണ് അപ്പീൽ പോകുന്നതെങ്കിൽ ആ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ 75% ആദ്യം തന്നെ എംപ്ലോയർ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കോൺട്രിബ്യൂഷൻ ഓഫ് ദി എംപ്ലോയർ ടു എംപ്ലോയീസ് പെൻഷൻ സ്കീം ഈസ്. എടാ PF ആക്ടിൽ ടോട്ടൽ 3 സ്കീമുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 3 സ്കീമുകൾ ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ആക്ടിൻ്റെ പേരിന് മാത്രം എന്തുണ്ട്? മിസലേനിയസ് പ്രൊവിഷൻ ആക്ട് എന്നുള്ള പേരുണ്ട്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം, എംപ്ലോയീസ് പെൻഷൻ സ്കീം, ഡെപ്പോസിറ്റഡ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം, ഇങ്ങനെ 3 സ്കീമുകളാണുള്ളത്. ഇതിൽ പെൻഷൻ സ്കീമിൽ എംപ്ലോയറും എംപ്ലോയി എന്ത് ചെയ്യണം? ഫണ്ടിലോട്ട് എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്കീമായിട്ടുള്ള പെൻഷൻ സ്കീമിലും ഡെപ്പോസിറ്റഡ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമിലും ആര് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി? എംപ്ലോയർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. എംപ്ലോയിൻ്റെ സാലറിൻ്റെ 8.33% ആണ് എന്ത് ചെയ്യേണ്ടത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വിച്ച് മീൻസ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ. Then guys, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി എംപ്ലോയർ ടു ഇൻഷുറൻസ് ഫണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 3 സ്കീമാണുള്ളത്. അതിൽ മൂന്നാമത്തെ സ്കീമാണ് എന്ത്? ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. ഈ സ്കീം പ്രകാരം എംപ്ലോയർ ആണ് എന്ത് ചെയ്യേണ്ടത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫണ്ടിലോട്ട്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എംപ്ലോയിൻ്റെ സാലറിൻ്റെ 1%, വിച്ച് മീൻസ് ഓപ്ഷൻ എ ആണ് എന്ത്? റൈറ്റ് ആൻസർ. Then guys, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ കോപ്പറേഷൻ ബിറ്റ്വീൻ ദി വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് പ്രോപ്പർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് ഡാഷ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഒക്കുപ്പയർ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ഫാക്ടറീസ് ആക്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് അവിടെ എന്തുള്ളത്? ഫാക്ടറീസ് ആക്ടിലെ മെയിൻ അതോറിറ്റി വിളിക്കുന്ന പെടുന്നത് ഒക്കുപ്പയർ. ദി പേഴ്സൺ ഹു ഹാസ് അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി ഫാക്ടറി ടേംഡ് ആസ് ഒക്കുപ്പയർ. അങ്ങനെയാണെങ്കിൽ ഈ ആക്ട് ടോട്ടൽ 3 കമ്മിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൈറ്റ് അപ്രൈസൽ കമ്മിറ്റി, അത് ഫോം ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. രണ്ടാമത്തെ എൻക്വയറി കമ്മിറ്റി, അത് സെൻട്രൽ ഗവൺമെൻറ്. മൂന്നാമത്തെ കമ്മിറ്റിയാണ് ഗൈസ് ഏത്? സേഫ്റ്റി കമ്മിറ്റി. ഈ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത് ആരാണ്? ഒക്കുപ്പയറാണ്. വിച്ച് മീൻസ് ഓപ്ഷൻ സി ആണ് ഗൈസ് എന്ത്? റൈറ്റ് ആൻസർ. ദെൻ അടുത്തതാണ് സേഫ്റ്റി കമ്മിറ്റി ഈസ് റിക്വയർഡ് ടു ബി സെറ്റപ്പ് ബൈ ദി ഒക്കുപ്പയർ ഓഫ് എ ഫാക്ടറി വേർ. എന്നിട്ട് എന്തിട്ടുണ്ട്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഹസാർഡിയസ് പ്രോസസ് ടേക്ക് പ്ലേസ്, ഹസാർഡിയസ് സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ്, ഹസാർഡിയസ് സബ്സ്റ്റൻസസ് ആർ ഹാൻഡിൽഡ്. എടാ ഫാക്ടറീസ് ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1 എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹസാർഡിയസ് പ്രോസസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷെഡ്യൂൾ 2 ഓരോ കെമിക്കൽ കണ്ടന്റും എത്ര വരെ പോകാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ എന്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി കമ്മിറ്റി ആര് ഫോം ചെയ്യുന്നതാണ്? ഒക്കുപ്പയർ എന്ത് ചെയ്യുന്നതാണ്? ഫോം ചെയ്യുന്നതാണ്. ഈ പർപ്പസൊക്കെ ഹസാർഡിയസ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത കമ്മിറ്റിയാണ് ഏത്? സേഫ്റ്റി കമ്മിറ്റി. വിച്ച് മീൻസ് ഓപ്ഷൻ ഡി ആണ് ഇതിലെല്ലാം എന്ത് ചെയ്യും? ആൻസറിൽ പെടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്. ഫോർ ഓവർ ടൈം വർക്കർ ഈസ് എൻടൈറ്റിൽഡ് വേജ്. എടാ നമ്മൾ മൈൻഡിലേക്ക് ആദ്യം കൊണ്ടുവരിക ഓവർ ടൈം എന്താണ്? ഒരു അഡൽട്ടിനെ കൊണ്ട് ഒരു ഡേ മാക്സിമം 9 hours ജോലി ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. ഒരു വീക്കിൽ 48 hours. വിത്ത് ഓരോ 5 മണിക്കൂറും കൂടുമ്പോൾ മിനിമം എന്ത് കൊടുക്കണം? 30 minutes എന്ത് കൊടുക്കണം? ബ്രേക്ക് കൊടുക്കണം. വിത്ത് ഇൻ്റർവെല്ലിൽ മാക്സിമം 10.5 hours. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ബിയോണ്ട് ഒരു എംപ്ലോയിനെ കൊണ്ട് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഓരോ സമയത്തിനും ഓരോ ഹവേഴ്സിനും വാട്ടെവർ ഡബിൾ ദി വേജ് എന്ത് കൊടുക്കണം? നോർമൽ വേജിൻ്റെ ഡബിൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ട്വൈസ് ദി നോർമൽ വേജസ്. ഓക്കെ, ഷാൽ വി പ്രൊസീഡ്? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്
നോ അഡൽട്ട് വർക്കർ ഷാൾ ബി റിക്വയർഡ് ടു വർക്ക് മോർ ദാൻ ഡാഷ് ഹവേഴ്സ് ഇൻ എ. എടാ ഒരു അഡൽട്ട് ആദ്യം നിങ്ങൾ മൈൻഡ് കൊണ്ടുവരാം. ഫാക്ടറീസ് ആക്ട് പ്രകാരം അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹു ഹാസ് അറ്റൈൻ ദി ഏജ് ഓഫ് 18 ഇയേഴ്സ് ആൻഡ് എബോവ്. ഓക്കെ, അവരെ നമ്മൾ എന്ത് വിളിക്കുക? അഡൽട്ട് എന്ന് വിളിക്കുക. ഒരു അഡൽട്ടിനെ കൊണ്ട് ഒരു ഡേ മാക്സിമം ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. എത്ര ഹവേഴ്സാ? 9 hours. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കമ്പനി ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ? ഗൈസ് നമ്മൾ എങ്ങോട്ട് നീങ്ങാണ്? കമ്പനീസ് ആക്ടിൽ എന്താ സെക്ഷനിലോട്ട് നീങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരിക? കമ്പനീസ് ആക്ട് കൊണ്ടുവരാം, കമ്പനീൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടുവരാം. കമ്പനീൻ്റെ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെക്ച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, കോമൺ സീല്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് പറഞ്ഞപ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല? പബ്ലിക് കമ്പനിക്ക് എന്തില്ല? റെസ്ട്രിക്ഷൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ്. അത് മാത്രമല്ലടാ, ഒരു പബ്ലിക് കമ്പനി മാക്സിമം നമ്പർ എത്രയാണ്? അൺലിമിറ്റഡ്. എത്ര ആയിക്കൂടെ? അപ്പോൾ ആൻസർ എന്താണ്? ബി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗൈസ്, എന്ത്? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി. എപ്പോഴും നിങ്ങളെ മൈൻഡിൽ എന്താ ആലോചിക്കാന്ന് പറയുക? പ്രൈവറ്റ് ചെറുതും പബ്ലിക് വലുതും എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ വീടും വലിയ വീടും എന്ത് ചെയ്യുക? ആലോചിക്കുക. ചെറിയ വീട് ഉണ്ടാക്കാൻ മിനിമം എത്ര ആളുകൾ മതി? 2 ആളുകൾ മതി. വലിയ വീടായിട്ടുള്ള പബ്ലിക് കമ്പനി ഉണ്ടാക്കാൻ മിനിമം എത്ര ആളുകൾ വേണം? 7 ആൾക്കാർ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ മിനിമം എത്ര മെമ്പേഴ്സ് വേണം? 7 മെമ്പേഴ്സ് വേണം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യാൻ മിനിമം എത്ര ആൾക്കാർ മതി? 2 ആളുകൾ മതി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്താണ് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. എടാ പ്രൈവറ്റ് കമ്പനി ചെറിയ വീടല്ലേ? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ചെറിയ വീടല്ലേ? മിനിമം 2 ആളുകൾ വേണം എന്ത് ചെയ്യുക? അത് ഫോം ചെയ്യാം. മാക്സിമം ചെറിയ വീട്ടിൽ എത്ര ആൾക്കാർ അഫോർഡ് ആവുള്ളൂ? 200 ആളുകൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്ത് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി. എടാ പബ്ലിക് കമ്പനി പറഞ്ഞാൽ വലിയൊരു എന്താണ് സാമ്രാജ്യം നിങ്ങൾ മൈൻഡിൽ സങ്കല്പിക്കുക. ഓക്കെ, പബ്ലിക് കമ്പനിയിലെ മെമ്പേഴ്സ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. എത്രയാണ്? അൺലിമിറ്റഡ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ഈസ്. എടാ ഞാൻ പറഞ്ഞേ, കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനിൻ്റെ ഫീച്ചേഴ്സിൽ ആദ്യം പറഞ്ഞ ഫീച്ചർ എന്താ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റും? കമ്പനിക്കും ചെയ്യാൻ പറ്റും. എടാ കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ? കമ്പനിക്ക് കൈയും കാലും ഉണ്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ? അപ്പോൾ കമ്പനിൻ്റെ ബിഹാഫിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക ഡയറക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയിൽ മിനിമം എത്ര ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം? 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്ത മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഈസ്. എടാ പ്രൈവറ്റ് കമ്പനി ആണ് ചെറിയ കമ്പനി അല്ലേ? ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എന്ത് മതി? മിനിമം എത്ര ആൾക്കാർ മതി? 2 ആളുകൾ മതി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഗൈസ്, ഇത് ഏജ് ലിമിറ്റ് ഓഫ് ഡയറക്ടർ ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി ഈസ്. ഓക്കെ, എടാ ഒരു മാനേജിങ് ഡയറക്ടറൊക്കെ ആക്കല്ലേ? മാക്സിമം ഏജ് ലിമിറ്റ് ഒരു പബ്ലിക് കമ്പനിയുടെ 70 ആണ്. ഓക്കെ, 70 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 70. ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം, 70 എന്നുള്ള ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനൊക്കെ പറ്റും. ജനറൽ മീറ്റിങ്ങിൽ എന്ത് പാസ്സാക്കിയാൽ മതി? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 70. ഓപ്ഷൻ എ ആണ് എന്ത്? റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇഫ് കമ്പനി ഈസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. എടാ ആദ്യം നിങ്ങളെ മൈൻഡിൽ പോകേണ്ടത്, കമ്പനിയെ ടൈപ്പ് ഓഫ് കമ്പനീസിൽ ലയബിലിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെന്നുണ്ടെങ്കിൽ
മെമ്പർ എത്ര എമൗണ്ടിനാണോ ഗ്യാരണ്ടി തന്നിട്ടുള്ളത് അത്രയും എമൗണ്ടിന് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ കമ്പനി വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോൾ അത്രയും എമൗണ്ടിനെ ആര് ലയബിൾ ആവുള്ളൂ? ഈ മെമ്പർ എന്താവുള്ളൂ? ലയബിൾ ആവത്തുള്ളൂ. അതിൻ്റെ ബിയോണ്ട് ആര് ലയബിൾ ആവത്തില്ല? ഈ മെമ്പർ എന്താകത്തില്ല? ലയബിൾ ആവത്തില്ല. അതിൻ്റെ ബിയോണ്ട് കമ്പനിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ആരെ പേഴ്സണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പർട്ടിക്കുലർ മെമ്പറിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ദെൻ അടുത്താണ് ജനറലി കമ്പനി ലയബിലിറ്റി ഈസ്. നോർമലി കമ്പനി ലയബിലിറ്റി ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏതാണ്? എ ആണ്. ലിമിറ്റഡ് ആണ്. ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പനി തന്നെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. കമ്പനിൻ്റെ ലയബിലിറ്റി എന്താണ്? ജനറലി നമ്മൾ എന്താ പറയുക? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് മെമ്പർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത്, കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ മെമ്പറിനെ സംബന്ധിച്ചുള്ള ലയബിലിറ്റി എത്രയേ ഉണ്ടാവുള്ളൂ? ആ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട്. അതിൻ്റെ ബിയോണ്ട് കമ്പനിയുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് മെമ്പേഴ്സ് എന്ത് എടുക്കേണ്ട ആവശ്യമില്ല? പേഴ്സണൽ പ്രോപ്പർട്ടി എടുക്കേണ്ട എന്തില്ല? ആവശ്യമില്ല. പേഴ്സണൽ പ്രോപ്പർട്ടി ലയബിൾ ആവത്തില്ല. ലിമിറ്റഡ് ആയിരിക്കും. എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി ഈസ് നെയ്മഡ് ആസ് ഗവൺമെൻറ് കമ്പനി ഇഫ് ഇറ്റ് ഈസ് ഹോൾഡ്സ് പെർസെൻറ്റേജ് ഓഫ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. എടാ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ നോട്ട് ലെസ് ദാൻ 51% ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോയിൻ ടുഗദർലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ എന്തായിരിക്കും? മോർ ദാൻ 50. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻ ഈസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് കൺവേർഷൻ. എടാ പ്രൈവറ്റ് കമ്പനി കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, പ്രൈവറ്റ് കമ്പനി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആരെ പെർമിഷൻ വേണം? സെൻട്രൽ ഗവൺമെൻറ് എന്ന് വേണം പെർമിഷൻ വേണം. ഓക്കെ, ദെൻ ഗൈസ് അടുത്തതാണ് ദ കമ്പനീസ് which are formed under special act. Those companies are called. പാർലമെൻറ്റിൽ പ്രത്യേക ആക്റ്റുകൾ പാസ്സാക്കിയിട്ട് ഫോം ചെയ്യുന്ന കമ്പനികളെ വിളിക്കുന്ന പേരാണ് ഗൈസ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ഓപ്ഷൻ ബി ആണ് എന്ത്? റൈറ്റ് ആൻസർ. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ദെൻ ഗൈസ് അടുത്താണ് എവറി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. എവറി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഷാൾ കീപ്പ് ആൻഡ് മെയിൻറ്റെയിൻ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഇൻ ഫോം നമ്പർ. എടാ ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഒരു രജിസ്റ്റർ ഉണ്ടാവും, അതിൽ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതിനൊരു സെപ്പറേറ്റ് ഫോം ഉണ്ട്. ആ ഫോമാണ് ഗൈസ് ചെയ്ത് MGT1. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്തതാണ് the tenure of director appointed by small shareholders shall be. നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരുന്നത് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ ഓഫ് ₹less than 20,000 ഹോൾഡ് ചെയ്യുന്ന ആളുകളെ എന്ത് വിളിക്കുക? സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് വിളിക്കുക. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിൽ എന്തായിട്ട് വേണ്ടി ഡയറക്ടറായിട്ട് ഉണ്ടാവേണ്ടി വരും. എപ്പം മാത്രം? ടോട്ടൽ എന്ത് ചെയ്യുക? 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസ്റ്റ് കിട്ടുകയോ അല്ലെങ്കിൽ 1/10 ഓഫ് സച്ച് ഡയറക്ടേഴ്സിൻ്റെ റിക്വസ്റ്റ് കിട്ടുകയോ ലോവർ സംഭവിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവരെ സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ എന്ത് ചെയ്യണം? അപ്പോയിൻറ്റ് ചെയ്യണം. ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമാണ്. ഓപ്ഷൻ സി ആണ് എന്ത്? റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദി proxy shall be deposited with the registered office, okay, of the company before the conduct of the meeting. എടാ പ്രോക്സി എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഒരു മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മെമ്പർക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെമ്പർക്ക് പകരം ഒരാൾക്ക് പോകാൻ പറ്റും.
ബട്ട് ഈ മെമ്പർ എന്തുണ്ടാക്കണം, പ്രോക്സി ഫോം അല്ലെങ്കിൽ പ്രോക്സി ഇൻസ്ട്രുമെൻ്റ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം MGT11 എന്നുള്ള ഫോമിൽ. ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ പ്രോക്സി ഫോം എന്ത് ചെയ്യണം, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യണം മീറ്റിംഗ് തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പെങ്കിലും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്ത്, ദ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഷാൾ ബി മെയ്ഡ് നോട്ട് മോർ ദാൻ ഡാഷ് പേഴ്സൺ ഇൻ അഗ്രിഗേറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. എടാ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് പബ്ലിക് ഓഫറാണ്. ഓക്കെ, വേറെ ഉണ്ട് പബ്ലിക് കമ്പനി, IPO, FPO, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. മെയിനായിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യുക ആരാണ്, പ്രൈവറ്റ് കമ്പനികളാണ്. പ്രൈവറ്റ് കമ്പനീൻ്റെ മാക്സിമം ലിമിറ്റ് എത്രയാടാ, പ്രൈവറ്റ് കമ്പനീൻ്റെ മാക്സിമം ലിമിറ്റ് എത്രയാണ്, 200 അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കണ്ടിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുക, ഫണ്ട് കളക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഗ്രൂപ്പ് മാക്സിമം എത്ര വരെ പോകാൻ പറ്റും, 50 വരെ പോകാൻ പറ്റും. ബട്ട് പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് മാക്സിമത്തിൽ കൂടാൻ പാടില്ല, 200 കൂടാൻ പാടില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ ഗൈസ് അടുത്താണ്, ദി ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഷാൾ ബി ഡീംഡ് ടു ബി എ. ഓപ്ഷൻ പ്രോസ്പെക്ടസ് എന്നാണ്. പ്രോസ്പെക്ടസ് 3 ടൈപ്പ് ഉണ്ടോ. ഫസ്റ്റ് ഇതാണ് എന്ത്, ഷെൽഫ് പ്രോസ്പെക്ടസ്. രണ്ടാമത് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. മൂന്നാമത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അതിലെ ഷെൽഫ് പ്രോസ്പെക്ടസിൽ ഇൻഫോർമേഷൻ മെമ്മോറാണ്ടത്തെ ഡീംഡ് ടു ബി എന്താ പറഞ്ഞിട്ടുള്ളത്, പ്രോസ്പെക്ടസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പനി ഇൻ വിച്ച് either of the government has no paid up share capital is called as. ഈസിയല്ല, നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തില്ല. ഓപ്ഷൻ എ നോൺ ഗവൺമെൻറ്. ഓപ്ഷൻ എ നോൺ ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൾ ബി അപ്രൂവ്ഡ് ബൈ. എടാ ഏത് ഡയറക്ടർ അപ്പോയിൻമെൻ്റ് ആവട്ടെ, ഈ ജനറൽ മീറ്റിംഗ് പറഞ്ഞ മീറ്റിംഗ് ഉണ്ട്, മെമ്പേഴ്സ് കൂടുന്ന മീറ്റിംഗാണ്. മെമ്പേഴ്സ് മാത്രമല്ല കൂടുക, എല്ലാവരും കൂടും. ആരൊക്കെ, മെമ്പേഴ്സ്, മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ്, കീ മാനേജർ പേഴ്സൺസ്, ഓഡിറ്റേഴ്സ്, ഇവരൊക്കെ കൂടുന്ന മീറ്റിംഗാണ് ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഇതിൽ 4 കാര്യങ്ങൾ മെയിനായിട്ട് നടക്കുക. അതിന് നമ്മൾ ഓർഡിനറി ബിസിനസ് എന്ന് പറയും. അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ആൻഡ് റെമുനറേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിക്ലറേഷൻ. എന്ത് ഡിവിഡൻഡ് ഡിക്ലറേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവൽസും കാര്യങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് ഇവിടെ നടക്കുക, ഈ AGM നടക്കുക, ജനറൽ മീറ്റിംഗ് നടക്കുക. അതിൽ വൺ ഓഫ് ദി മാറ്റർ ആണ് എന്ത്, ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും റിമൂവലും. ഓക്കെ, ഇനി അതിലെ ഒരു ഡയറക്ടറാണ് ആര്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അപ്പോൾ ഏതാണ് ആൻസർ, ഓപ്ഷൻ ബി. ദെൻ ഗൈസ് അടുത്താണ്, സെക്ഷൻ 92 ഓഫ് ദി Companies Act 2013 requires a company to prepare and file annual return in form. ആനുവൽ റിട്ടേൺ എല്ലാ കമ്പനിയും എല്ലാ വർഷവും എന്ത് ചെയ്യണം, ആനുവൽ റിട്ടേൺ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. ഫോം MGT7 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി. Then a director may be elected by small shareholders upon a notice by. നേരത്തെ ഞാൻ പറഞ്ഞു സ്മോൾ ഷെയർ ഹോൾഡറിൻ്റെ ഡയറക്ടേഴ്സിന് ടെനർ പറഞ്ഞപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ. അതായത് 1000, നോട്ട് ലെസ് ദാൻ 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഓർ 1/10 ഓഫ് സച്ച് ഷെയർ ഹോൾഡേഴ്സ് വിച്ച് എവർ ഈസ് ലോവർ. അതായത് ഒന്നല്ലെങ്കിൽ 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടണം, റിക്വസ്റ്റ് കിട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ 1/10 ഓഫ് സച്ച് ഡയറക്ടേഴ്സ് വിച്ച് എവർ ഈസ് ലോവർ സംഭവിച്ചു കഴിഞ്ഞാലേ ആര് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതുള്ളൂ, സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇതിനടുത്തതാണ്, ഇഫ് എ കമ്പനി ഡസ് നോട്ട് ഹാവ് കോമൺ സീൽ ദ ഷെയർ സർട്ടിഫിക്കറ്റ് ഷാൾ ബി സൈൻഡ് ബൈ. എടാ കമ്പനീസ് ആക്ട് 2013 ലേറ്റസ്റ്റ് കമ്പനീസ് ആക്ട് 2015 എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കോമൺ സീൽ ഇപ്പോൾ എന്തല്ല, കമ്പൽസറി അല്ല. എപ്പം കമ്പൽസറി അല്ല,
കോമൺ സീൽ വെക്കേണ്ട സ്ഥലത്ത് 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറും ഒരു കമ്പനി സെക്രട്ടറിയും സൈൻ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമൺ സീൽ എന്തല്ല, കമ്പൽസറി അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് ദി ക്വാറം ഫോർ എ പബ്ലിക് കമ്പനി ഹാവിങ് നമ്പർ ഓഫ് മെമ്പേഴ്സ് മോർ ദാൻ 5000 ഈസ്. എടാ ക്വാറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ടു ബി അറ്റൻഡഡ് ഇൻ എ മീറ്റിംഗ്. ഒരു മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, വാലിഡിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് തികയണം, ക്വാറം തികയണം. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് 2ഉം, പബ്ലിക് കമ്പനി അപ് ടു 1000 മെമ്പേഴ്സ് വരെയുള്ള പബ്ലിക് കമ്പനികളാണെന്നുണ്ടെങ്കിൽ 5ഉം, 1000 to 5000 വരെയാണെന്നുണ്ടെങ്കിൽ 15ഉം, മോർ ദാൻ 5000 ആണെങ്കിൽ 30 ആണ്. ഓക്കെ, ക്വാറം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് എന്ത് റൈറ്റ് ആൻസർ. ദെൻ അടുത്ത് ദ ക്വാറം ഫോർ എ പബ്ലിക് കമ്പനി ഹാവിങ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് മോർ ദാൻ 5000 ഈസ് 30. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു 30 ആണ്. ദെൻ ഗൈസ് അടുത്തതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മെത്തേഡ് ഓഫ് വോട്ടിംഗ്. എടാ ശ്രദ്ധിക്കാം, ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനി 4 ടൈപ്പ് ഓഫ് വോട്ടിംഗ് ഉണ്ട് മീറ്റിങ്ങിൽ. 1 ഷോ ഓഫ് ഹാൻഡ്, 2 ഡിമാൻഡ് പോള്, 3 പോസ്റ്റൽ ബാലറ്റ്, 4 ഇലക്ട്രോണിക് മോഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇ ആണ്, ഓൾ ഓഫ് ദി എബോ. 4ഉം എന്താണ്? ടൈപ്പ് ഓഫ് വോട്ടിംഗ് ആണ്. ഓക്കെ, ദ മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഈസ്. ആൻസർ ബി ആണ്, 21 ഇയേഴ്സ്. 21 ഇയേഴ്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആനുവൽ ജനറൽ മീറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ AGM ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ എന്താ കൂടുക? മീറ്റിംഗാണ് കൂടുക. എല്ലാവരും കൂടുന്ന മീറ്റിംഗ് ആണ് ഏത്? ജനറൽ മീറ്റിംഗ്. ഒരു കമ്പനിയിൽ എല്ലാ വർഷവും എന്ത് കൂടണം? ജനറൽ മീറ്റിംഗ് കൂടണം എന്നുള്ളത് എന്താണ്? കമ്പൽസറി ആണ്. മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും മിനിറ്റ്സ് ഉണ്ടാക്കണം. എന്നാൽ AGM കൂടിക്കഴിഞ്ഞാൽ മിനിറ്റ്സിന് പുറമെ AGM റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ AGM റിപ്പോർട്ട് ROCക്ക് എന്ത് ചെയ്യുവാണ്? സബ്മിറ്റ് ചെയ്യുവാണ്. അതിന് യൂസ് ചെയ്യുന്ന ഫോമാണ് ഗൈസ് ഏത്? MGT 15.